ചോറിൽ ഈ സോദിക്കറി അങ്ങ് ഒഴിച്ച് ഒരു ന്യൂട്രീഷ്യസ് ബാലൻസ്ഡ് ഹെവി അല്ലാത്തൊരു മീൻ. അതെ, നമ്മുടെ ഒരു വെജിറ്റബിൾ സ്റ്റൂവിന്റെ ഒക്കെ ഒരു വെറൈറ്റി എന്ന് പറയാം. അതെ, സോദി മാപ്പിളക്കറി എന്നാ പറയുന്നത്. ആദ്യമായിട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് പയ്യൻ പെൺകുട്ടിയുടെ വീട്ടിൽ വരുമ്പം കൊടുക്കുന്നതാണ് ഈ സോദി മാപ്പിളക്കറി. അങ്ങനെയും കൂടി ഒരു പേരുണ്ട്. ഓ, അങ്ങനെ ഒരു പേരുണ്ട് അല്ലേ, മാപ്പിളക്കറി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ന്യൂട്രീഷ്യസ്, വെൽ ബാലൻസ്, പ്രോട്ടീൻ എല്ലാമുള്ള ഒരു മീലാണ് അല്ലേ. അപ്പൊ നമുക്ക് സോദി മാപ്പിളക്കറി ഒന്ന് കണ്ടാലോ? റെഡി അല്ലേ? ഓക്കെ, ഞാൻ കണ്ട് ആസ്വദിക്കാൻ പോവാണ്. ടോഷ്മയല്ല, ടോഷ്മയാണ്. ടോഷ്മാണോ? എന്തൊരു യുണീക്ക് പേരാണ് ഇത്. ഇത് എന്താണ് ഇതിന്റെ അർത്ഥം? എന്താ ഇത്? ഇത് എന്റെ ബ്രദർ ടോളിൻ ടോജ ടോഷ്മ. ഓ, വെറൈറ്റി ആണ് കേട്ടോ. ടോഷ്മാസ് കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ടോഷ്മ, നൈസ്. മീനിങ് ഉണ്ടോ എന്തെങ്കിലും? ടോഷ്മ ഇതൊരു ജാപ്പനീസ് വേർഡാണ്. ഓ, ഓക്കെ ഓക്കെ, കൊള്ളാം. ഇതാണ് ഇതിൻ്റെ ഉള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ്. ഇത് ചെറുപയർ പരിപ്പ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചുമ്മാ എണ്ണയില്ലാതെ ചുമ്മാ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതൊന്ന് വേവിച്ച് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് വേവിച്ച് വെച്ചേക്കുന്നതാണ് ഇത്. ഓക്കെ, നമ്മുടെ മിസ്റ്റർ ഗോൾഡിന്റെ സൺഫ്ലവർ ഓയിൽ ആണ് ഉപയോഗിക്കുന്നത്. എക്സ്ട്രീംലി റെക്കമെൻഡഡ് ടു ഓൾ. നമുക്കിനി ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വഴറ്റണം. ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കും വേണ്ടി നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കണം. അപ്പം വെള്ളം ഓൾറെഡി കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് വേണം നമുക്ക് വേവിക്കാനായിട്ട്. നമ്മുടെ ഈ ഓണത്തിന് ഈ സോദിക്കറി നമുക്ക് സദ്യയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണോ ശരിക്കും? ഇത് ശരിക്കും നമ്മുടെ ഒരു ഓലനെയോ അല്ലെങ്കിൽ എന്താ പറയുന്ന മസാലക്കറിയൊക്കെ വെക്കുമല്ലോ, അതിനെയൊന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്ന നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. ഇതിപ്പം സദ്യക്ക് തന്നെ വേണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് അപ്പത്തിന്റെ ഇടിയപ്പത്തിന്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ചിടുവാണ്. ഓക്കെ ഓക്കെ, ഇട്ടോളൂ. അപ്പൊ നമ്മൾ ഈ ഇഡ്ലി സാമ്പാർ അല്ലെങ്കിൽ അപ്പം സ്റ്റൂ അതിന്റെ ഒക്കെ പകരം ശരിക്കും നമുക്ക് വേണമെങ്കിൽ അപ്പവും ഈ സോദിക്കറി ഉപയോഗിക്കാവുന്നതാണല്ലേ ഓണത്തിനൊക്കെ? അതെ അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഹെവി ആയിട്ടുള്ള ലഞ്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ യൂഷ്വലി ഓണത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ലൈറ്റ് അല്ലേ, അതിൽ ഈ പഴം നുറുക്കോ അല്ലെങ്കിൽ അടയൊക്കെ നേദിക്കാനായിട്ട് അടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതൊക്കെയാണ് സാധാരണ യൂഷ്വലി വീടുകളിൽ കഴിക്കുന്നതെന്ന്. ഉള്ളി നീളത്തിലരിഞ്ഞത്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലേ, പെട്ടെന്ന് തന്നെ. വലിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. ശരിക്കും ടോഷ്മ ചേച്ചി ഒരു പാചകക്കാരി മാത്രമല്ല കേട്ടോ, ആള് സ്വന്തമായിട്ട് എഴുതിയ പുസ്തകങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മംഗളത്തിന്റെ കന്യക മാഗസീന്റെ സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? മാനേജിങ് എഡിറ്റർ ആയിരുന്നു. അപ്പൊ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? എനിക്കൊന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് നമ്മൾ എല്ലാത്തിനും സമയം കിട്ടും തോന്നുന്നു. അപ്പൊ നമ്മൾ ഇനി ഇതില് ചതച്ച പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഈ പച്ചമുളക് ചതച്ചത് നമ്മൾ ചേർക്കുമ്പോൾ ഒത്തിരി അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ശരിക്കും ഒരു വൈറ്റ് കളറിലാണ് കിട്ടണ്ടേ, കളർ മാറരുത്. പിള്ളേരുടെ ഫേവറേറ്റ് ഡിഷ് എന്താ ടോഷ്മ ചേച്ചി ഉണ്ടാക്കുന്നതില്? എനിക്ക് തോന്നുന്നു 3 പേർക്കും 3 ടേസ്റ്റ് ആണ്. ഒരാള് ഫിഷ് കഴിക്കില്ല, ഒരാള് വെജിറ്റേറിയൻ ആണ്, അപ്പൊ അങ്ങനെ ഒരാൾക്ക് ചിക്കൻ ആണ് ഇഷ്ടം, ബാക്കി മീറ്റ് ഒന്നും ഇഷ്ടമില്ല. വളരെ പെർട്ടിക്കുലർ. അപ്പൊ ഞാൻ അവരോട് സാധനം പറയും, ഞാൻ ഹോട്ടലൊന്നും നടത്തുന്നില്ല കേട്ടോ. അത് ചിരിച്ചുകൊണ്ട് പറയല്ലേ, ഞാൻ ഹോട്ടലൊന്നും നടത്തുന്നില്ല, എന്നാലും ഉണ്ടാക്കി തരാം, എന്റെ ഒന്നും അങ്ങനെയല്ല, വേണമെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ ഇറങ്ങി പോന്ന് പറയും. നമ്മുടെ ഈ പച്ചക്കറി ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം. ഇത് നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ ഒരു വിസിലടിച്ചിട്ടുണ്ട്, ഇത് വെന്തിട്ടുണ്ടാവും. ഇത് ഓവർ കുക്ക്ഡ് ആവണ്ട, നമുക്ക് ഒരു വിസിലടിച്ചാൽ മതി, നമുക്ക് തീ നിർത്താം. ഓക്കെ ഓക്കെ. നമ്മുടെ നാട്ടിലെ ഒരു സദ്യയുടെ അവിയലിന്റെ ടേസ്റ്റ് ആണ് എനിക്ക് കഴിച്ച് പരിചയമുള്ളത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വെള്ളമൊക്കെ കൂടുതലുള്ള ഗ്രേവി ഉള്ള അവിയലായിരിക്കും. നേർമറിച്ച് എന്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രം സൈഡ് വന്ന് ട്രിവാൻഡ്രത്തെ അവിയൽ നല്ല ഡ്രൈ ആയിട്ട് അങ്ങനെ ഒരു വെജിറ്റബിൾ കുക്ക് ചെയ്ത പോലെ തേങ്ങ ഇച്ചിരി അവിയലൊക്കെ തന്നെയാണെങ്കിലും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതെ അതെ, കുറെ വ്യത്യാസങ്ങളുണ്ട്. അതെ, എന്നാലും എല്ലാത്തിന്റെയും രുചി ഭയങ്കര ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ ആയിരിക്കും. നിങ്ങൾ ഓണത്തിന് നോൺ വെജ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, നമ്മളതും ഉപയോഗിക്കും. ഇതാണ് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കണം. പാൽ ഒഴിച്ചു. ഞാൻ ഇനി നമ്മുടെ ചെറുപയർ പരിപ്പ് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ
വേവിച്ച് വെച്ചേക്കുന്നതാ. ഇത് നമ്മളൊന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ചെറുപയർ പരിപ്പ് വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ വിഭവങ്ങളും ഉണ്ടാക്കാം അല്ലേ? ഇത് ഈ ചെറുപയർ പരിപ്പ് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ഈ മൂങ് ദാൽ ഹൽവ അല്ലേ? പിന്നെ ഇപ്പൊ മൂങ് ദാൽ അല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതെ 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 അതെ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് കാണുമ്പം അതൊരു വെജിറ്റബിൾ സ്റ്റൂ മാത്രമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അതിന്റെ ടേസ്റ്റിൽ ആ പരിപ്പ് വരുന്ന